നമ്മുടെ കുടുംബങ്ങള്, നമ്മുടെ സമൂഹങ്ങള് നശിക്കാൻ സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുള്ളൂ, അന്ധചിത്രം വരുത്തുക എന്നുള്ളത്. വചനം കൃത്യമായിട്ട് പറയുന്നു. അന്ധചിത്രമുള്ള ഭവനം വീണു പോകും. നമ്മൾ ചിന്തിച്ചു നോക്കി, നമ്മുടെയൊക്കെ കുടുംബങ്ങള് വീഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ്? വീടിനുള്ളിൽ നടക്കുന്ന ഈ വഴക്കും പിണക്കും, വേറെ ഒന്നുമല്ല. സാത്താന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പരസ്പരം കലഹിപ്പിച്ചാൽ മതി. ക്രിസ്ത്യൻ കുടുംബങ്ങളെ അതുപോലെ ക്രിസ്തുവിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ, ആ കുടുംബങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ ഇറക്കി വിടാൻ സാത്താൻ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ, പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നുള്ളത്. നമ്മൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എപ്പോഴും വഴക്കും പിണക്കും, എപ്പോഴും ഈ തമ്മിലടിയും മാത്രം നമ്മുടെ കുടുംബങ്ങളിൽ. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ പരസ്പരം സംസാരിക്കില്ല, പ്രാർത്ഥനയില്ല, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലില്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മളെ തകർക്കാൻ വേറൊന്നും വേണ്ട, വേറൊരാളും പുറമേ നിന്ന് വരണ്ട, നമ്മ തന്നെ മതി. നമ്മളിലുള്ളിൽ ഈ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ സഭ ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ? നമ്മളുടെ സമൂഹങ്ങൾ, ഇവിടെ ആയിരിക്കുന്ന സമൂഹങ്ങൾ, ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കൂട്ടായ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ ചിന്തിച്ചു നോക്കുക, അന്ധചിത്രം വരാതെ കാത്തു സൂക്ഷിക്കാൻ. പിശാച് അവിടെ കയറിയിട്ടുണ്ടെന്ന് അറിയാൻ നമ്മൾ തമ്മിൽ വഴക്കുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടോ? എവിടെയോ പിശാച് വന്നു തുടങ്ങിയിട്ടുണ്ട്. മക്കളും മാതാപിതാക്കളും തമ്മിൽ വഴക്കുണ്ടോ? ഓർക്കുക, പിശാച് നമ്മളെ നശിപ്പിക്കാൻ കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ കുടുംബം വീഴും. വലിയൊരു വീഴ്ചയായിരിക്കും. നമ്മുടെ സമൂഹം വീണുപോകും. വീണ് അവസാനം നമുക്ക് ഒന്നുമില്ലാതെയാവും. അവസാനം നമുക്കറിയും, ദൈവമേ, എൻ്റെ കുടുംബവും നശിച്ചു പോയല്ലോ. എന്താ കാരണം എന്ന് ആഗ്രഹിച്ച് നമ്മളിങ്ങനെ ഓടി നടക്കും. പക്ഷെ കാരണം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ഈ വഴക്കാണ്, നിങ്ങളുടെ പിണക്കങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മകൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൂട്ടായ്മകൾ ഉണ്ടാകാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുക.